ഗൈസ് അപ്പം നമുക്കൊന്ന് മക്രോണി ഉണ്ടാക്കാം. നേരെ അടുപ്പത്തിച്ച് പാത്രം വെച്ച് ഗൈസ് 2 കപ്പ് വെള്ളം അതിനൊക്കെ ഒഴിച്ചിട്ടുള്ളത് അത്യാവശ്യം തിളച്ചൊന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ എണ്ണ 1 സ്പൂൺ ഉപ്പ് ഇട്ട് നല്ലപോലെ ഇളക്കി അത് തിളക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നപ്പോൾ 2 പാക്കറ്റ് മക്രോണി പൊട്ടിച്ചാൽ അതിലേക്ക് ഇട്ടു. പിന്നെ പച്ചക്കറി ആയിട്ട് 2 സവാള 2 പച്ചമുളക് 1 തക്കാളി 1 പൊട്ടി. അപ്പോഴത്തേക്കും നമ്മുടെ മക്രോണി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൊട്ട വെച്ച് ഞാൻ അതിലേക്ക് കൊട്ടിക്കൊടുത്തു. പിന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തതിന് മേലെ കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴറ്റി. പിന്നെ അത് വേണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് അതിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് അതിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ആവശ്യത്തിനും അനാവശ്യത്തിനും കുറച്ച് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പുറത്തെ ഒരു ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് നല്ലപോലെ വറുത്ത് ഇങ്ങനെ ഉപ്പേരി പോലെ നമ്മൾ വറുക്കില്ല അതുപോലെ വറുത്ത് നേരെ അതെടുത്ത് മസാലയിലേക്ക് തട്ടിക്കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൽ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു ചട്ടിയാണ് അതിൽ കൊള്ളാത്ത കാരണം ചട്ടിയൊന്നും പിന്നെ പറ്റും പോലെ മിക്സ് വെൽ എല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നാരങ്ങ നീരും കൂടി ഒറ്റിച്ച് കൊടുത്താൽ നമ്മുടെ സാധനം ഇവിടെ സെറ്റായി ഗൈസ്. അപ്പം നമ്മൾ മക്രോണി ഇവിടെ റെഡി ആയിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ ബൈ.